കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രേക്ഷകർ മറന്നു കാണില്ല. കുറേ പേരുടെ കണ്ണീര് കണ്ട കരുവന്നൂരിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM ജില്ലാ നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയുടെ ഈ നടപടി. അരുൺ ശങ്കർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ആദ്യഘട്ട കുറ്റപത്രത്തിൽ 50-ലധികം പ്രതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടാം ഘട്ട കുറ്റപത്രമാണോ അന്തിമ കുറ്റപത്രമാണോ അരുൺ? കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED രണ്ടാം ഘട്ട കുറ്റപത്രം അല്പസമയത്തിനകം സമർപ്പിക്കും. ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. അല്പസമയത്തിനകം ED ഉദ്യോഗസ്ഥർ എറണാകുളത്തെ PMLA കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിക്കും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 കുറ്റപത്രം സമർപ്പിച്ചോ അതോ സമർപ്പിക്കും എന്നാണോ? സമർപ്പിക്കും. അല്പസമയത്തിനകം സമർപ്പിക്കും. ED ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 55 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 90 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതായിരുന്നു ആ കുറ്റപത്രത്തിൽ ആരോപണം ഉന്നയിച്ചത്. ഇത് രണ്ടാം ഘട്ട കുറ്റപത്രമാണ്. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കേരളത്തിലേറെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട കേസിന്റെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് കേരളം ഏറെ ശ്രദ്ധാപൂർവ്വം കാത്തിരിക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിൽ CPM നേതാക്കൾ പ്രതിയാകുമോ എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. കാരണം ഈ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് CPMന്റെ പ്രമുഖ നേതാക്കളെ ED ചോദ്യം ചെയ്തിരുന്നു. തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, അതോടൊപ്പം തന്നെ മുൻ മന്ത്രി AC മൊയ്തീൻ, അതോടൊപ്പം തന്നെ നിലവിൽ MP ആയ K രാധാകൃഷ്ണൻ, ഇവരെ ED ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ ആരെങ്കിലും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളായി വന്നു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തിനും BJPക്കും ഒരു വിഷയമായി ഉയർത്തിക്കാട്ടാൻ ഉപതെരഞ്ഞെടുപ്പിൽ കഴിയും. അത് CPMന്റെ പ്രതിരോധത്തിലാക്കാൻ കഴിയും. എന്തായാലും കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് പേരുടെ കണ്ണീർ വീണ സംഭവം കൂടിയായിരുന്നു. കാരണം നിരവധി സാധാരണപ്പെട്ട ആൾക്കാർ ഇവിടെ നിക്ഷേപം നടത്തിയിരുന്നു. അവർക്ക് ആ പൈസ ഒരു ചികിത്സയ്ക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം. നിലമ്പൂരിൽ 6 സ്ഥാനാർത്ഥിയാകും. അതിന്റെ ആ ചൂടിലേക്ക് രാഷ്ട്രീയ കേരളം കടക്കുന്ന സമയം. അതോടൊപ്പം തന്നെ അരുൺ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജില്ലാ നേതാക്കളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത്.